സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യജീവിതം തന്നെ ഒരു യാത്രയാണ്. ചില യാത്രകൾ ദൈവിക നിയോഗങ്ങളുമാണ്. പുറപ്പാട് എന്ന് പറയുന്നത് വെറുമൊരു യാത്രയല്ല, പരിചിതമായ ഒരു പരിസ്ഥിതിയിൽ നിന്ന് മറ്റൊരു പരിസ്ഥിതിയിലേക്കും ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്കുമുള്ള മാറ്റമാണ്. അത് പലപ്പോഴും വേദനാജനകവുമാണ്. പുറപ്പാട് എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ ഓർമ്മയിലെത്തുക വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഇസ്രായേൽ ജനതയുടെ അതിജീവനത്തിന്റെ രക്ഷാചരിത്രമാണ്. പുറപ്പാടിന്റെ നൊമ്പരം എന്നത് കേവലം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, മറിച്ച് മാറ്റം ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ആത്മീയവും മാനസികവുമായ പോരാട്ടം കൂടിയാണത്. ഇസ്രായേൽ ജനതയ്ക്ക് മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്നും കനാന്റെ സുഖശീതളിമയിലേക്കുള്ള യാത്രയായിരുന്നു പുറപ്പാടെങ്കിൽ, ഇന്ന് പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന മനുഷ്യകുലത്തിന് ഇരുളിൽ നിന്നും ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് വരുവാനുള്ള പ്രയാണമാണ് അതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വേദഭാഗം. യേശു കർത്താവും പരീശനും യഹൂദ പ്രമാണിയുമായിരുന്ന നിക്കോദെമോസും തമ്മിൽ നടന്ന ഒരു അഭിമുഖ സംഭാഷണത്തിന്റെ അവസാനത്തിൽ കർത്താവ് പറഞ്ഞ വ്യക്തമായ ഒരു പ്രസ്താവനയാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. മിസ്രയീമിൽ തന്റെ ജനത്തിന്റെ കഷ്ടത കണ്ട് ഇറങ്ങി വരുന്ന ദൈവത്തെ പഴയ നിയമത്തിൽ നാം കാണുന്നു. അവരുടെ വിടുതലിനായി മോശയെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. കൊട്ടാരത്തിന്റെ പ്രൗഢിയിലല്ല ദൈവം അവനെ വിളിച്ചത്. തന്റെ ജനത്തെ സഹായിച്ചതിന്റെ പേരിൽ കൊട്ടാരം വിട്ട് ഓടിപ്പോയി മരുഭൂമിയിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോഴാണ്. അവൻ എവിടെയാണോ ഒരു രാജകുമാരനെ പോലെ താമസിച്ചിരുന്നത്, എവിടെ നിന്നാണോ ഓടിപ്പോയത്, അതേ ഫറവോന്റെ കൊട്ടാരത്തിലേക്കാണ് ഒരു വലിയ നിയോഗവുമായി ദൈവം അവനെ അയച്ചത്. വലിയൊരു യാത്രയ്ക്കായി അവനെ ഒരുക്കുകയായിരുന്നു അവിടെ. തന്റെ കുറവുകളെ ഉൾക്കൊണ്ട് ആ വിളി തിരഞ്ഞെടുത്തപ്പോൾ ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ നേതാവായി മോശ മാറി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പാപത്താൽ തന്നിൽ നിന്നും അകന്നുപോയ ജനത്തെ വീണ്ടെടുക്കുവാൻ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവിന്റെ ഉപാധികളില്ലാത്ത രക്ഷാപദ്ധതിയാണ് നാം കാണുന്നത്. ആ സ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ നിന്നും ഇഹലോകത്തിലേക്കുള്ള പുത്രന്റെ പുറപ്പാടിന്റെ നൊമ്പരമാണ് മാനവരാശിയുടെ രക്ഷാകര ചരിത്രത്തിന് തുടക്കം കുറിച്ചത്. അതിനെക്കുറിച്ചാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഈ ഭാഗത്ത് വിവരിക്കുന്നത്. ദൈവത്തോളം ആർക്കും മനുഷ്യനെ സ്നേഹിക്കാനാവില്ല. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം നമുക്ക് നൽകിയത് നമ്മുടെ ആവശ്യത്തിനുള്ളതല്ല, മറിച്ച് അവിടുത്തെ പക്കലുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായതിനെയാണ് എന്ന് മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്. ദൈവിക സ്നേഹത്തിന്റെ ആഴം വാക്കുകൾക്ക് അതീതമാണ്. ആ വലിയ സ്നേഹം മടക്കി കൊടുക്കുവാൻ നാമും ബാധ്യസ്ഥരാണ്. എന്നാൽ ദൈവത്തിന് നമ്മോടുള്ള അവർണ്ണനീയമായ സ്നേഹത്തെ എത്ര നിസ്സാരമായാണ് നാം പലപ്പോഴും കാണുന്നത്. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മെ നന്മയിലേക്കും നിത്യരക്ഷയിലേക്കും നയിക്കും. സർവശക്തനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കണമെന്നും ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വസിക്കാത്തവർക്കുള്ള ന്യായവിധിയെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. തന്റെ ജനം ഇരുളിൽ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മരുഭൂമിയിൽ ഇരുളിൽ അഗ്നിസ്തംഭമായി ഇസ്രായേലിനെ ദൈവം വഴി നടത്തിയെങ്കിൽ, ഇവിടെ അന്ധകാര വഴികളിൽ നിന്ന് മാറി വെളിച്ചത്തിന്റെ വഴിയിൽ നടക്കുവാൻ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സത്യപ്രകാശമായ യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടും അന്ധകാരത്തിൽ വസിക്കുന്നതാണ് യഥാർത്ഥ ശിക്ഷാവിധിക്ക് കാരണം. എന്നാൽ ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ അനുഗമിച്ച് നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നടക്കുന്നതാണ് യഥാർത്ഥ രക്ഷ എന്ന് നാം മനസ്സിലാക്കണം. പുറപ്പാടിന്റെ വഴിയിൽ നൊമ്പരങ്ങളും ഭയവും ഒക്കെ ഉണ്ടാകാം. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന് പക്ഷേ ആ സ്വാതന്ത്ര്യം ആസ്വദിക്കാനായില്ല. മരുഭൂമി അപരിചിതത്വവും ഭയവുമാണ് അവർക്ക് നൽകിയത്. പഴയത് ഉപേക്ഷിക്കുകയും പുതിയത് ലഭ്യമാകാതിരിക്കുകയും ചെയ്യുന്നതിനിടയിലുള്ള ഒരു കാലം, വിശ്വാസം ശോധന ചെയ്യപ്പെടുന്ന സമയം.
തങ്ങൾ വിട്ടുപോന്ന സുരക്ഷിതത്വങ്ങൾ എപ്പോഴും അവരെ പിറകോട്ട് വലിച്ചു. കഷ്ടതകളിലും പീഡനത്തിലും അവിടെ ലഭിച്ച ഭക്ഷണവും പാർപ്പിടവുമെല്ലാം മരുഭൂമിയുടെ വന്യതയിൽ അവർക്ക് പിറുപിറുക്കുവാനുള്ള കാരണമായി. ദൈവിക കൃപകളെ അവർ പലപ്പോഴും മറന്നു. ഈ കഷ്ടതകൾ ദൈവിക രക്ഷണ്യ പദ്ധതിയുടെ ഭാഗമാണെന്നത് അവർ മനസ്സിലാക്കിയില്ല. അതിനാലാണ് അവർക്ക് പുറപ്പാട് നൊമ്പരം മാത്രമായി തോന്നിയത്. എന്നാൽ ആ സത്യം മനസ്സിലാക്കിയതിനാലാണ് ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ, എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും അന്ധകാരത്തിന്റെ വഴികൾ വിട്ട് വെളിച്ചത്തിന്റെ വഴിയിൽ നടക്കുവാനാണ് കർത്താവ് നമ്മെയും ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ സത്യവെളിച്ചമായി യേശു വന്നെങ്കിലും മനുഷ്യൻ പലപ്പോഴും സ്നേഹിച്ചത് ഇരുളിനെയാണ്. കാരണം നമ്മുടെ തെറ്റുകളെയും ദ്രോഹപ്രവൃത്തികളെയും ഒക്കെ ഇരുൾ മൂടി വയ്ക്കുമ്പോൾ വെളിച്ചം അവയെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതും ഒരു പുറപ്പാടാണ് ഏറെ നൊമ്പരമുളവാക്കുന്നത്. കാരണം ആ വഴികളിൽ മാനസാന്തരത്തിന്റെ വേദനയും ശീലിച്ചവയിൽ നിന്നും വിട്ടുമാറുവാനുള്ള വിമുഖതയും മറ്റുള്ളവരുടെ വിലയിരുത്തലുകളെ കുറിച്ചുള്ള പേടിയും അരക്ഷിതത്വവും ഒക്കെ ഉണ്ടാവാം. എന്നാൽ മരുഭൂമിയുടെ അനുഭവം നമ്മെ ഒരിക്കലും മിസ്രൈമിന്റെ അടിമത്തത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതാകരുത്. പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്നും ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് നടക്കുമ്പോൾ ഉണ്ടാകുന്ന നൊമ്പരങ്ങൾ സ്വർഗീയ സന്തോഷത്തിലേക്കും നിത്യജീവനിലേക്കും നമ്മെ നയിക്കുന്നതാണെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. സ്വർഗീയ മഹിമ വെടിഞ്ഞ് നമ്മുടെ രക്ഷയ്ക്കായി ക്രൂശുമരണം ഏറ്റെടുത്ത ക്രിസ്തുവിന്റെ സഹനങ്ങളെ ഉൾക്കൊള്ളുവാനും ആ വെളിച്ചത്തിനായി ഹൃദയം തുറക്കുവാനും നമുക്കിന്ന് സാധിക്കുന്നുണ്ടോ? അതോ സുഖലോലുപതയുടെ അന്ധകാരത്തിൽ ഇരിക്കുവാനാണോ നമുക്കിഷ്ടം? പാപ സ്വഭാവങ്ങളുടെ സുരക്ഷിതത്വമാണോ നാം എന്നും ആഗ്രഹിക്കുന്നത്? പുറപ്പാടിന്റെ നൊമ്പരങ്ങൾ നമ്മെ ഭയപ്പെടുത്തേണ്ടതില്ല. കാരണം ദൈവം നമ്മെ വിളിക്കുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കും ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷയിലേക്കും മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നയിക്കുന്ന ഒരു യാത്രയ്ക്കായാണ്. ഈജിപ്തിലെ അടിമത്വവും മരുഭൂമിയിലെ നോവുകളും അഭിമുഖീകരിക്കുകയും അതിനെ തരണം ചെയ്യുകയും ചെയ്തവർക്ക് പാലും തേനും ഒഴുകുന്ന കനാന്റെ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കുവാൻ കഴിയൂ എന്നത് നാം മറന്നു പോകരുത്. നമ്മുടെ പുറപ്പാടുകൾ പൂർത്തിയാകുന്നത് ക്രിസ്തുവിലാണ്. കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്ന് മോശയോട് സംസാരിച്ച ദൈവം, കുരിശിലെ വേദനയിലും ലോകത്തോട് സംസാരിച്ച ക്രിസ്തു നമ്മോടും സംസാരിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പുറപ്പാടുകളും അതിലെ നൊമ്പരങ്ങളും ക്രിസ്തുവിനോട് ചേർന്നുള്ളതാണോ? ഈ നോമ്പുകാലത്ത് ദൈവസ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നാം സഹിക്കുന്ന ഓരോ പരീക്ഷകളും അവിടുത്തെ വാഗ്ദാനത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള ചുവടുവയ്പ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്ദിയോടെ പ്രതികരിക്കാം. പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നമുക്കും പറയാം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ജീവിതയാത്രകളിലെ നൊമ്പരങ്ങളും വേദനകളും തിരിഹിതമെന്ന് മനസ്സിലാക്കി സന്തോഷപൂർവ്വം അവയെ ഏറ്റെടുക്കുവാനും നിന്നിൽ വിശ്വാസമർപ്പിച്ച് നിത്യജീവൻ അവകാശികളായി തീരുവാനും ഇടയാക്കണമേ. ആമേൻ.